നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് AEOമാർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ ഫലവും ലഭിച്ചില്ലെന്ന് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ 12 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷം 2025 ജനുവരി 11, 12 തീയതികളിൽ ചിറ്റൂർ ദാസ് ഓൾച്ചോ തൊടുപുഴ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭയ്ക്ക് എതിർവശത്തുള്ള ശുചിമുറിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡറുമായ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് AEOമാർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ ഫലവും ലഭിച്ചില്ലെന്ന് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നും അവർ അഭ്യർത്ഥിച്ചു. കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് AEOമാർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ ഫലവും ലഭിച്ചില്ലെന്ന് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ തലങ്ങളിൽ നിന്നും പരാതി ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 7 സബ് ജില്ലകളിലും മത്സരങ്ങളിൽ വിധി നിർണ്ണയത്തിൽ അഴിമതികൾ നടക്കാതിരിക്കാൻ 7 AEOമാർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു മറുപടിയും നൽകിയില്ല. വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഇടുക്കി ജില്ലാ സ്കൂൾ കലോത്സവം നടന്നു. ഈ സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ഇനങ്ങൾക്കും മറ്റും വലിയ രീതിയിൽ അഴിമതി ഉണ്ടായതായി ഒട്ടേറെ വാട്സപ്പ് സന്ദേശങ്ങളും അതുപോലെ പത്രമാധ്യമങ്ങളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തു. വാട്സപ്പ് സന്ദേശങ്ങൾ എല്ലാം അവിടെ പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തു. ബ്ലൂടൂത്ത് വഴി പ്രചരിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തു. അപ്രകാരം 2ാം ദിവസം നടക്കാനിരുന്ന നൃത്ത ഇനങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായി. കുട്ടികളും രക്ഷിതാക്കളൊക്കെ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്താണ് വന്നത്. ഈ വിധികർത്താക്കളെ മാറ്റി വേറെ വിധികർത്താക്കളെ കൊണ്ടുവരണമെന്നുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവുകയും അതനുസരിച്ച് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് വേറെ ജഡ്ജസിനെ വെച്ച് 30ാം തീയതി മത്സരം നടത്തുകയും ചെയ്തു. ഇതിനെതിരായിട്ട് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ ശക്തമായിട്ട് മുന്നോട്ട് വന്നു. പലവിധ പ്രക്ഷോഭങ്ങളും നടപ്പാക്കി. കഴിഞ്ഞ ദിവസം DDO ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അവിടെ ചെന്ന് പ്രതിഷേധ നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് ഞങ്ങൾ നിലകൊണ്ടു. ഇതോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഈ പത്ര മീറ്റിംഗ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത് നമ്മൾ ഇന്ന് നമ്മുടെ പരാതി ഇതുവരെയായിട്ടും നമ്മൾക്കുള്ള പരാതി ഇതുവരെയായിട്ടും നമ്മൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന് രേഖാമൂലം നൽകിയിട്ടില്ല. ഇന്നേ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇത് അറിയിച്ചുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന് തൊടുപുഴ DDE ഓഫീസിൽ ചേർന്ന് ഈ പരാതി കൈമാറുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AKDTTU സെക്രട്ടറി സുരേഷ് PK, പ്രസിഡന്റ് രാജമ്മ രാജു, ട്രഷറർ ശ്രീനിഷ രമേശ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് KS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ 12 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 10 സമ്മേളന സന്ദേശമായ വിളംബര ജാഥ 3 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്ന് ബൈക്ക് റാലിയോടുകൂടി നടത്തും. 12 രാവിലെ 10 മണിക്ക് പതാക ഉയർത്തലിന് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ 12 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കമായി യൂണിറ്റ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടക്കുകയാണ്. ഡിസംബർ 10 സമ്മേളന സന്ദേശമായ വിളംബര ജാഥ 3 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്നും ബൈക്ക് റാലിയോടുകൂടി നടത്തും. 12 രാവിലെ 10 മണിക്ക് പതാക ഉയർത്തലിന് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെയും ഈ തൊഴിൽ മേഖലയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ നാളെ ഇതുവരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഈ സംഘടന ആരംഭിച്ചത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ക്ഷേമനിധി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷേമനിധിയിൽ വളരെയധികം അംഗങ്ങൾ ചേരുകയും ഈ ക്ഷേമനിധി മുഖേന നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സംഘടന ഇന്നൊരു വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരള സംസ്ഥാനത്ത് വലിയൊരു വ്യാപാര മേഖലയായി നിൽക്കുന്ന ഒരു വരുമാന മാർഗമായി നിൽക്കുന്ന ഈ തൊഴിൽ മേഖല കുത്തകളുടെ കടന്നുകയറ്റം മൂലവും ഈ ഉള്ള തൊഴിൽ ലഭ്യതക്കുറവും അതുപോലെ തന്നെ ഒരു തൃപ്തതയില്ലാത്ത വിലക്കയറ്റം, അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റവും ഈ തൊഴിൽ മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മെറ്റീരിയലുകളുടെ അഭാവം അത് ഈ തൊഴിൽ മേഖലയെ കാര്യമായി ബാധിക്കുന്നു. എന്നാൽ ഈ സംഘടന മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. മരം പ്രകൃതിക്ക്, അലുമിനിയം നിർമ്മിതിയുടെ സൗന്ദര്യം എന്നൊരു ആത്മവാക്യമായിട്ടാണ് നമ്മുടെ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോൺ, റോയി ലൂക്ക്, മണിക്കുട്ടൻ, അനിൽ കെ, സിജു തോമസ്, കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷം 2025 ജനുവരി 11-12 തീയതികളിൽ ചിറ്റൂർ ദാസ് തൊടുപുഴ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യും. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. ചിറ്റൂർ ഷെഹൻഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷം 2025 ജനുവരി 11-12 തീയതികളിൽ ചിറ്റൂർ ദാസ് തൊടുപുഴ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11 രാവിലെ 9 മണിക്ക് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ലബ് പ്രസിഡന്റ് തോമസ് ജോൺ പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2 മണി മുതൽ കുട്ടികൾക്കായി വിവിധ കായിക മത്സരങ്ങൾ നടത്തും. സ്ത്രീകൾക്കായി മത്സരങ്ങൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6 കലാസന്ധ്യ എന്ന പേരിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഗായിക ലല്ലു ടീച്ചർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. 12 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യും. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ജോസ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ അനുമോദിക്കും. അധ്യാപക അവാർഡ് ജേതാവ് VM ഫിലിപ്പച്ചൻ അനുമോദന പ്രസംഗം നടത്തും. ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ ദാസ് തൊടുപുഴ മെമ്മോറിയൽ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഉപരിയായിട്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ക്ലബിൽ നിന്നും സജീവമായി നിലകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ 32ാമത് വാർഷികാഘോഷം 2025 ജനുവരി 11-12 തീയതികളിൽ ചിറ്റൂരിൽ വെച്ച് നടക്കുകയാണ്. 2 ദിവസമായിട്ട് നടത്തുന്ന ഞങ്ങളുടെ ആഘോഷ പരിപാടികൾ, ആദ്യ ദിവസം കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കുമൊക്കെയായുള്ള വിനോദ കായിക മത്സരങ്ങളും, വൈകിട്ട് നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകൾക്ക് അവരുടെ അവസരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേജ് തീർത്തുകൊണ്ട് അവർക്കൊരു വേദി ഒരുക്കുന്നുണ്ട്. വിവിധങ്ങളായ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളുടെ കലാവാസനകൾ അതിലൂടെ പ്രകടമാക്കുവാനൊരു അവസരം അവർക്ക് നൽകുന്നു. ഞായറാഴ്ച 2ാം ദിവസം വിവിധ മത്സരങ്ങൾ കൂടാതെ വൈകിട്ട് ബഹുമാന്യനായ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനം നടത്തും. കൂടാതെ നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധിയായ കുട്ടികളുണ്ട്. അവർക്കെല്ലാം ക്ലബിൻ്റെ പ്രത്യേക അനുമോദനം നൽകിക്കൊണ്ട് നമ്മുടെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ VM ഫിലിപ്പച്ചൻ സാറ് അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യും. കൂടാതെ സാമൂഹിക പ്രവർത്തകൻ നമ്മുടെ ജോസ് കോനാട്ട് അവറുകൾ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കും. അതുകൂടാതെ മണക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ നേതാക്കൾ നമ്മുടെ യോഗത്തിൽ സംസാരിക്കും. തുടർന്ന് 8 മണിയോടുകൂടി കോട്ടയം മെഗാബീറ്റ്സിൻ്റെ ഗാനമേളയെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായി ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഇന്ന് അകാലത്തിൽ
വേർവിട്ടുപോയ ഞങ്ങളുടെ ക്ലബിൻ്റെ സ്ഥാപകനും അതുപോലെ തന്നെ ചിറ്റൂരിൻ്റെ ഒരു കലാകാരനുമായ ശ്രീ ദാസ് തൊടുപുഴ, അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ അവസരത്തിൽ ഞങ്ങൾ അനുശോചിക്കുകയാണ്. ആളുടെ പേരിൽ ഒരു മാധ്യമ അവാർഡ് ഞങ്ങൾ ഈ വർഷം മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അച്ചടി ദൃശ്യ മാധ്യമ അവാർഡ് ഈ വർഷം മുതൽ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് തോമസ് ജോൺ, സെക്രട്ടറി NVCB, ആഘോഷ കമ്മിറ്റി ചെയർമാൻ നിസാർ AK, ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം അഖിൽദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. തൊടുപുഴ നഗരസഭയ്ക്ക് എതിർവശത്തുള്ള ശുചിമുറിക്ക് മുൻപിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ശുചിമുറി സൗകര്യം പോലും ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ തൊടുപുഴയുടെ ശാപമായി മാറിയെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡറുമായ K. ദീപക്. സ്വന്തം വാർഡിലേക്ക് ചട്ടങ്ങൾ ലംഘിച്ച് മുനിസിപ്പൽ ഫണ്ട് സ്വന്തമാക്കുവാൻ കാണിച്ച ആവേശം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുമുള്ള ശുചിമുറികൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കാണിക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് എതിർവശത്തുള്ള ശുചിമുറിക്ക് മുൻപിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുക അദ്ദേഹം. കേരളത്തിൽ ഒരു നഗരസഭയിലോ ഒരു പഞ്ചായത്തിലോ ഇല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ഇന്ന് തൊടുപുഴ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിലെ ശുചിമുറികളായ ഈ നഗരസഭയ്ക്ക് മുൻപിലെ പാർക്കിനോടനുബന്ധിച്ചുള്ള ശുചിമുറിയും അതുപോലെ ടാക്സി സ്റ്റാൻഡിലുള്ള ശുചിമുറിയും അടച്ചു പൂട്ടിയിട്ട് ഏതാണ്ട് 8 മാസങ്ങൾ പിന്നിടുകയാണ്. ഈ ഇത്രയും കാലവുമായി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ഇത് ടെൻഡർ ചെയ്ത് പുതിയ ആളുകളെ കരാറുകാരെ ഏൽപ്പിക്കുകയോ ചെയ്യുന്നതിന് ഈ നഗരസഭാ ഭരണത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. നമുക്കറിയാം, തൊടുപുഴ നഗരം പോലെയുള്ള ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ഹൈറേഞ്ച് മേഖലകളിൽ നിന്നുമൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് തൊടുപുഴ പട്ടണത്തിൽ ഒരു ദിവസം കടന്നു വരുന്നത്. ഈ ആളുകൾക്ക് ഒരു അത്യാവശ്യ സമയത്തൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ട ഒരു സൗകര്യം ഈ പട്ടണത്തിൽ ഒരുക്കിയിട്ടും അത് വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഈ നഗരസഭ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർഖാൻ മുഹമ്മദ്, KS ജോൺ, TL അക്ബർ, സജിമോൻ ജോസ്ലെറ്റ്, നാസർ പാലമുടൻ, ഷാഹുൽ ഹമീദ്, OK അഷ്റഫ്, അച്ചമ്മ സാജു ആന്റണി, കൗൺസിലർമാരായ നീനു പ്രശാന്ത്, രാജേഷ്, നിസ സക്കീർ, സനു കൃഷ്ണൻ, ജോർജ് ജോൺ, ജെയ്സൺ, ബേബി, ബിനീഷ്, അലക്സാണ്ടർ, ഷാജഹാൻ, റോയി, മായ രതീഷ്, മുനീർ, അരുൺ ഉദയൻ, ജോ, യൂജിൻ ബേബി, ബിജു, പോൾ, കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSEB തൊടുപുഴ സബ്സ്റ്റേഷൻ പരിധിയിലുള്ള കോലാനി, നടുക്കണ്ടം പ്രദേശങ്ങൾ പുറപ്പുഴ സബ്സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കമ്മിറ്റി അംഗങ്ങളായ KR ഷാജി, R പ്രശോഭ്, ഷൈനു സൈമൺ, CPIM കോലാനി ലോക്കൽ സെക്രട്ടറി PV ഷിബു, വാർഡ് കൗൺസിലർ കവിത അജി എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയിലെ 25 മുതൽ 35 വരെയുള്ള വാർഡുകൾ ഈ KSEBയുടെ നമ്പർ 1 സെക്ഷനിലാണ് ഇതുവരെ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഡിസംബർ 1-ാം തീയതി മുതൽ പുറപ്പുഴ സെക്ഷനിലേക്ക് നഗരസഭയിലെ പരിധിക്കകത്തുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയതായിട്ട് അറിയാൻ കഴിയും. അതറിയാൻ കഴിയുന്നത് തന്നെ ഈ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയതിന് ശേഷമാണ്. ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ ഇടപെടുമ്പോഴാണ് ഇത് നിങ്ങൾ ചെല്ലേണ്ടത് പുറപ്പുഴ സെക്ഷനിലാണ് എന്ന രൂപത്തിൽ അറിയുന്നത്.
ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇന്ന് AHCയെ ഉപരോധിക്കുന്ന സമരം നടത്തുന്നത്. അവിടെ AHCയുമായിട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് എടുത്തിരിക്കുന്ന കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തത് എന്ന് AHC പറയുകയും എന്നാൽ അപ്രായോഗികമായിട്ടുള്ള ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. പുറപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വാഹന സൗകര്യമില്ലാത്ത ഒരു സ്ഥലമാണ്. അതുമാത്രവുമല്ല വലിയ ഹൈ ഏരിയകൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെയെല്ലാം ഒരു മഴയോ കാറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി മുടക്കം വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തൊടുപുഴ ടൗണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജീവനക്കാർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ അപ്രായോഗികമായിട്ടുള്ള ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 ആഴ്ചത്തെ സമയമാണ് AHC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM ബാബു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. KM ബാബു പ്രസിഡന്റായും KJ ദേവസ്യ സെക്രട്ടറിയായും KV ജോയ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ഡിസ്ട്രിക്ട് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം തൊടുപുഴ MM ലോറൻസ് നഗറിൽ സംഘടിപ്പിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KM ബാബു അധ്യക്ഷത വഹിച്ചു. CITU ബസ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MS സ്കറിയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KJ ദേവസ്യ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK അജി രക്തസാക്ഷി പ്രമേയവും അനീഷ് ജോസഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ, EV സന്തോഷ്, MR സഹജൻ, സിജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV ജോയി സ്വാഗതവും സംഘാടക സമിതി കൺവീനർ VM വിപിൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KM ബാബു പ്രസിഡന്റ്, KJ ദേവസ്യ സെക്രട്ടറി, KV ജോയി ട്രഷറർ, സന്തോഷ് കുമാർ, ഷിജോ ജോസഫ് വൈസ് പ്രസിഡന്റുമാർ, റോബിൻസ് അവരാച്ചൻ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവർ ഭാരവാഹികളായി 21 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ബിസിനസ് വാർത്ത. പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ചാരുത പകരുവാനും എല്ലാവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ഗ്ലോയപ്പ് യുണീക്സെക്സ് ബ്യൂട്ടി പാർലർ മുതലക്കോടം സെന്റ് ജോർജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ റവറൻഡ് ഫാദർ ജോർജ് താണത്തുപറമ്പിൽ, റവറൻഡ് ഫാദർ പൗലോസ് ജോസഫ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ചാരുത പകരുവാനും എല്ലാവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ആഘോഷവേളകളിൽ നൂതനമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങുവാനും സൗകര്യമൊരുക്കി ഗ്ലോയപ്പ് യുണീസെക്സ് ബ്യൂട്ടി പാർലർ മുതലക്കോടം സെന്റ് ജോർജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അനുമോൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും ഈ ഒരു വിനാഘോഷണം കഴിഞ്ഞ് ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ. ഫസ്റ്റ് ബ്രാഞ്ചാണ്. അതെ, ഫസ്റ്റ് ബ്രാഞ്ചാണ്. അപ്പോൾ ഇതിലും വലിയ ബ്രാഞ്ചസ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. മുതലക്കോട് ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും ഇടമറുക് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ പൗലോസ് ജോസഫ് ആശീർവാദവും നിർവഹിച്ചു. അതുപോലെ ഇവിടേക്ക് കടന്നു വരുവാനുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ വിജയവും ആശംസിക്കുകയാണ്. നല്ല വിജയകരമായ പ്രവർത്തനം നടത്തി എല്ലാവർക്കും ഇതൊരു നല്ല സംരംഭമായി പ്രശോഭിക്കട്ടെ എന്ന ആശംസയോടുകൂടെ ഞാൻ ഒരു പ്രാർത്ഥനയോടുകൂടെ ഇതിൻ്റെ നല്ല ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു.
ഹലോ, നമസ്കാരം. അനുമോളാണ്. തൊടുപുഴയിലുള്ള മുതലക്കോടത്ത് യൂണിസെക്സ് ബ്യൂട്ടി പാർലറിന്റെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്ന് ഇന്ന് ഇനാഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുതലക്കോടം യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബ്, ടോം ജെ കല്ലറയ്ക്കൽ, കൗൺസിലർ ജോർജ് കൊച്ചുപറമ്പിൽ, ബ്യൂട്ടി ട്രെയിനിംഗ് അക്കാദമി സിഇഒ അനുപമ സോഫിയ എന്നിവർ ആശംസ അറിയിച്ചു. അനുദിനം മാറുന്ന സൗന്ദര്യ സംരക്ഷണ രംഗത്ത് നൂതന സാങ്കേതിക മികവോടെയും ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടും പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യൻസിന്റെ മേൽനോട്ടത്തിൽ എല്ലാവിധ ബ്രൈഡൽ മേക്കപ്പുകളും ഫേഷ്യൽസ്, ഹെയർ സ്പാ, സ്ട്രെയിറ്റനിങ്, കളറിംഗ്, കട്ടിംഗ്, ത്രെഡിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങിയ എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും പൂർണ്ണ ഉത്തരവാദിത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ടും നൽകി വരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ആദംസ് ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ് ഷോറൂം ഇടുക്കി റോഡിൽ പീറ്റേഴ്സ് നായരിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. ആദംസ് ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനം ഫെസ്റ്റസ് എം ആദായി നിർവഹിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവയുടെ മികച്ച കളക്ഷനുമായി ആദംസ് ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി റോഡിൽ പീറ്റേഴ്സ് നായരിന് എതിർവശത്ത് ആരംഭിച്ച ആദംസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയറിന്റെ ഉദ്ഘാടനം ഫെസ്റ്റസ് എം ആദായി നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ സമീപം പ്രവർത്തിക്കുന്ന ആദംസ് ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ് സഹോദര സ്ഥാപനമാണ്. തൊടുപുഴയിലെ 2 ഷോറൂമുകളിലും മികച്ച കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്കിന്റെയും കോൺടാക്ട് ലെൻസ് ക്ലിനിക്കിന്റെയും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ ലെൻസുകളും ഫ്രെയിമുകളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ആദംസ് ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസിന്റെ 5ാമത്തെ ഷോറൂമാണ് ഇപ്പോൾ നമ്മൾ തൊടുപുഴയിൽ പീറ്റേഴ്സ് നായരിന്റെ ഓപ്പോസിറ്റ് KSRTC റോഡിൽ ആരംഭിക്കുന്നത്. നമുക്ക് ഇത് കൂടാതെ തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ സമീപം, ജില്ലാ ആശുപത്രിയുടെ വാതയ്ക്ക് തന്നെ എന്ന് പറയാം, നമുക്ക് ഒരു ഒപ്റ്റിക്കൽസ് കൂടിയുണ്ട്. നമുക്ക് നിലവിൽ പ്രീമിയം ബ്രാൻഡുകൾ ഉൾപ്പെടെ പല റേഞ്ചിലുള്ള ഫ്രെയിമുകളുണ്ട്. 100 രൂപ മുതൽ ഉള്ള ഫ്രെയിമുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. മിതമായ നിരക്കിൽ കണ്ണടകൾ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ലോകോത്തര ബ്രാൻഡുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. കൂടാതെ നേത്ര പരിശോധനയ്ക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് സേവനം എല്ലാ ദിവസവും ഉണ്ട്. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും പ്രവർത്തനം നമ്മുടെ തൊടുപുഴയിലുള്ള 2 ഷോറൂമുകളിലും ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊറിയർ വഴി ഡെലിവറി ചെയ്യാനുള്ള സൗകര്യവും ഏത് നിലവാരത്തിലുള്ള ലെൻസുകളോ ഫ്രെയിമുകളോ ഇനി നമുക്ക് വരുത്തി തരണമെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ലെൻസുകൾ നമുക്ക് 400 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഫ്രെയിമുകൾ നമുക്ക് അൺബ്രേക്കബിൾ ഫ്രെയിമുകൾ 250 രൂപ നിരക്കിലും നമുക്ക് നൽകാൻ സാധിക്കും.
അപ്പോൾ നമ്മുടെ ഈ ഷോറൂമുകളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലയന്താനി മാതാവ് എന്ന ഗാനത്തിന്റെ പ്രകാശനം വിശിഷ്ടമായ വേദിയിൽ വെച്ച് നടന്നു. കലയന്താനി പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഗാനത്തിന്റെ പ്രകാശനം നടന്നത്. സിജോ കലയന്താനി എഴുതിയ കലയന്താനി മാതാവ് എന്ന ഗാനം പള്ളിക്കുള്ളിലെ മൈക്കിലൂടെ കേൾപ്പിച്ച് ബേബി ജോൺ കലയന്താനി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ബേബി ജോൺ കലയന്താനിക്ക് ആദരവും നൽകി. കലയന്താനി പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് കലയന്താനി മാതാവേ എന്ന ഗാനത്തിന്റെ പ്രകാശനം നടത്തി. തിരുനാളിന്റെ ഭാഗമായി 1 മണിക്കൂർ ആരാധന, ദിവ്യബലി, തുടർന്ന് കൊന്തചൊല്ലി, തിരിപ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നു. ആമുഖ പ്രസംഗത്തിന് ശേഷം കലയന്താനി ഇടവക വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് കീരമ്പാറ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് മക്കോളിൽ എന്നിവരുടെ അനുഗ്രഹങ്ങളോടെ സിജോ കലയന്താനി എഴുതിയ കലയന്താനി മാതാവേ എന്ന ഗാനം പള്ളിക്കുള്ളിലെ മൈക്കിലൂടെ മുഴുവനായും കേൾപ്പിച്ച് ബേബി ജോൺ കലയന്താനി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരുപാട് കലാകാരന്മാരുള്ള ശ്രേഷ്ഠരായി കടന്നുപോയ അവരുടെയൊക്കെ സ്നേഹത്തണലാണ് എളിയ ജീവിതത്തിലെ രചനാ മേഖല. ഇപ്പോൾ നമുക്ക് അഭിമാനമായി ഒത്തിരി കലാകാരന്മാർ ഈ കലയിലുണ്ട്. അതിൽ പ്രിയപ്പെട്ട സിജോ കലയന്താനി എഴുതി കലയന്താനി മാതാവിനെ കുറിച്ച് അപ്പോൾ ഒരു ഗാനം എഴുതി അത് പ്രകാശനം ചെയ്യുകയാണ്. അതിന് ഔപചാരികമായി പ്രകാശനം ചെയ്യുവാൻ ഈ പരിശുദ്ധ അമരോത്ഭ മാതാവിൻ്റെ പള്ളിയിൽ ആയിരിക്കുവാൻ കഴിഞ്ഞൊരു നന്ദി പറയും ദൈവത്തിന്. ഒപ്പം എല്ലാവരും ഹൃദയപൂർവ്വം ഇപ്പോൾ എനിക്ക് ഉപഹാരം തന്ന നല്ല ദൈവത്തിനും പരിശുദ്ധ അമരോത്ഭ മാതാവിനും സ്നേഹത്തിനെ വികാരിച്ച കൊച്ചത്തിനും എല്ലാവർക്കും കൈക്കാരന്മാർ, പേര് സഹോദരന് അല്ലെങ്കിൽ പാരിഷ് സംഘങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഔപചാരികമായി സിജോയുടെ ഈ ഗാനം പ്രകാശനം ചെയ്യുകയാണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയ ഷൈൻ വെങ്കിടൻ, ഗാനം ആലപിച്ച രശ്മി പ്രദീപ് എന്നിവരെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ അഭിനന്ദിച്ചു. ചടങ്ങിൽ അനുഗ്രഹദായകമായ പള്ളിയകത്തെ വേദിയിൽ ഇസ്രയേലിൻ നാഥനായി വാഴും എന്ന പ്രശസ്ത ഗാനം എഴുതിയ ബേബി ജോൺ കലയന്താനിക്ക് 25 വർഷം പൂർത്തിയായതിന്റെ ആദരവ് നൽകി. ജോളി ചെട്ടിമാട്ടൽ, റോയി കീമറ്റത്തിൽ എന്നിവരും തിരുനാൾ പ്രസിദ്ധേന്തിമാരും കൈക്കാരന്മാരും നൂറുകണക്കിന് ഇടവക അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കലയന്താനി മാതാവേ, കലയന്താ
മക്കളെ കാക്കുന്ന വിണ്ണിലെ സ്നേഹത്തിൻ പ്രതിരൂപമേ. ന്യൂസ് ബ്യൂറോ, കലയന്താനി. ജനങ്ങളെ കൊള്ളയടിക്കുന്ന വിഷയത്തിൽ പിണറായി സർക്കാരും കുറുവ സംഘവും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി NI ബെന്നി കുറ്റപ്പെടുത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് തൊടുപുഴയിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജു ബാബു നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തൊടുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഇവരെല്ലാം ചെയ്യുന്ന മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇവിടെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ കേരളത്തിലെ പിണറായിയുടെ സർക്കാർ ഒരു കുറുവ സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഇപ്പം തന്നെ വരുന്നത് 1500-2000 സാധാരണ ആളുകൾക്ക്. നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ചാർജ് വർധനമുണ്ടായപ്പോൾ 20% വൈദ്യുതി ഫ്രീ ആയി നൽകിക്കൊണ്ട് ലക്ഷം വീടുകൾ ഇങ്ങനെയുള്ളിടത്ത് എല്ലാം താമസിക്കുന്നവർക്കുണ്ടായിരുന്നു. 4 രൂപയ്ക്ക് അമിത വിലയ്ക്ക് കർണാടകത്തിൽ നിന്ന് മേടിക്കുന്ന 8 രൂപയ്ക്ക് വിൽക്കുന്ന ബ്ലേഡ് കമ്പനിയായി കേരളത്തെ KSEB മാറിക്കുക. അവർ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയിൽ അക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഒരു വർക്കറുടെ ശമ്പളം 75,000 രൂപയൊക്കെയാണ്. ഒരു AE-മാർ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു 1500 AE-മാരാണുള്ളത്. അവരുടെ ശമ്പളം 1.5 ലക്ഷം രൂപയാണ് ഒരു AE-യുടെ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ വേറെ. AE എന്ന് പറയുന്നത് ഓവർസിയർ പ്രമോഷനായി ചേർന്ന ആളുകൾക്ക്. ഒരു ഓവർസിയറുടെ ശമ്പളം 1 ലക്ഷം. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു. എന്നാൽ കറണ്ട് പോയാലോ ആഫീസിൽ വിളിച്ചാൽ ആളുകളില്ല, ഇത് നന്നാക്കുന്നതിന് ആളുകളില്ല. ഇടതു മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം 7ാമത് തവണയാണ് ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന വിഷയത്തിൽ പിണറായി സർക്കാരും കുറുവ സംഘവും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി പോലും പരസ്യമായ വിമർശനം ഉന്നയിച്ചിട്ടും സർക്കാർ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ജനങ്ങളെ ഞെക്കിപ്പിഴിയുമെന്ന ധിക്കാരത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് ബാബു നേതൃത്വം നൽകി. രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VE താജുദ്ദീൻ, TJ പീറ്റർ, ജാഫർ ഖാൻ മുഹമ്മദ്, ജോർജ് താന്നിക്കൽ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ജോസഫ്, സുരേഷ് രാജു, റഷീദ് കപ്രാട്ടിൽ, KH ഷാജി, ഷാഹുൽ ഹമീദ്, അബ്ദുൽ ഖാദർ, നാസർ പാലമൂടൻ, അക്ബർ TL, OK അഷ്റഫ്, നിസാർ, സിയാദ്, ജോമോൻ, ജെയ്സൺ പാറക്കടവ്, അൻസ്, ജയകുമാർ, ജോ, പോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിലക്കയറ്റത്തിനെതിരെ SUCI-യുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. SUCI സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല K. ജോൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KL ഈപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. അതിഭീമമായ വിലക്കയറ്റത്തിനെതിരെ SUCI-യുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സപ്ലൈകോയുടെ മുന്നിൽ ധർണാ സമരം നടത്തിയത്. വിലക്കയറ്റം തടയുക, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാര്യക്ഷമമാക്കുക, അവശ്യവസ്തുക്കളുടെ മൊത്ത ചില്ലറ വ്യാപാരം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. SUCI സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല K. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മളുടെ ഈ കഴിഞ്ഞ മാസം നമ്മുടെ സംസ്ഥാനത്ത് 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത 3 ജനപ്രതിനിധികൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചു. എത്ര കോടി രൂപയാണ് നമ്മളുടെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ജനങ്ങളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കടക്കം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഗവൺമെന്റ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചത് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ഗുരുതരങ്ങളായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെയാണ് വലിയ ആഘോഷപൂർവ്വം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തിപ്പോയത്. ജനങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ
ഒരു വാക്ക് പോലും ഉരിയാടുവാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടമാണ്. ജില്ലാ കമ്മിറ്റി അംഗം KL ഈപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, PT വർഗീസ്, പ്രഭ ജെയ്സി, CBC മാത്യു, KM ജോണി രാജൻ, പൂമാല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഞ്ഞാർ കയ്പ റോഡ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കയ്പ നിവാസികൾ കയ്പയിൽ നിന്ന് കയ്പ കവലയിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. റോഡ് ഇനിയും നന്നാക്കാൻ കാലതാമസം വരുത്തിയാൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും മന്ത്രിയുടെയും കോൺട്രാക്ടറുടെയും വീട്ടിലേക്കും പ്രതിഷേധ സമരവും മാർച്ചും നടത്തുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച കാഞ്ഞാർ കയ്പ റോഡ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കയ്പ നിവാസികൾ കയ്പയിൽ നിന്ന് കയ്പ കവലയിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തി. നിരവധി തവണ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെയും ജൽജീവൻ മിഷൻ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറെയും അറിയിച്ചിട്ടും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കി മണ്ഡലത്തിൽപ്പെട്ട കൊടിയത്തൂർ പഞ്ചായത്തിലെ വഴികൾ പോലും പൈപ്പ് സ്ഥാപിച്ചിട്ട് ഒരു വർഷമായിട്ടും നന്നാക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. റോഡ് ഇനിയും നന്നാക്കാൻ കാലതാമസം വരുത്തിയാൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും മന്ത്രിയുടെയും കോൺട്രാക്ടറുടെയും വീട്ടിലേക്കും പ്രതിഷേധ സമരവും മാർച്ചും നടത്തുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇനി റോഡ് നന്നാക്കാതെ ബാക്കി ഭാഗത്ത് പൈപ്പ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു. പ്രതിഷേധ സമരം കൊടിയത്തൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഞ്ജലീന സിജോ അധ്യക്ഷത വഹിച്ചു. ജിൽസ് അഗസ്റ്റിൻ, PD ബാബു, EJ വിനോദ്, സുനിൽ നരിക്കുഴി, സെബാസ്റ്റ്യൻ പുലയാട്ടുമല, സിജോ K ജോസഫ്, ഷൈൻ ജോർജ്, അനീഷ് ആന്റണി, മേരി പാപ്പച്ചൻ, തങ്കച്ചൻ തെക്കേക്കുറ്റ്, മേരിക്കുട്ടി കുഴിഞ്ഞാലി, ജെഫിൻ ജിജി മാട്ടേൽ, അലൻ ജോണി, ജോസ് പന്തലാങ്കൽ, ചാക്കോച്ചൻ ഞാവള്ളിക്കുന്നേൽ, ജോഷി തുരുത്തിയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ അഴിമതി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് AEOമാർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ ഫലവും ലഭിച്ചില്ലെന്ന് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ 12-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികാഘോഷം 2025 ജനുവരി 11-12 തീയതികളിൽ ചിറ്റൂർ ദാസ് ഓൾച്ചോ തൊടുപുഴ നഗറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരസഭയ്ക്ക് എതിർവശത്തുള്ള ശുചിമുറിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡറുമായ K ദീപക് ഉദ്ഘാടനം ചെയ്തു. CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.